പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനടിയിൽപ്പെട്ട ആൾക്ക് രക്ഷകരായി RPF ഉദ്യോഗസ്ഥനും യാത്രക്കാരനും. അപകടത്തിൽപ്പെട്ടയാളെ അത്ഭുതകരമായി രക്ഷിച്ചു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? വേണു, ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 3-ാം പ്ലാറ്റ്ഫോമിലായിരുന്നു സംഭവം. ചായ വാങ്ങുന്നതിനായി പുറത്തേക്കിറങ്ങിയ ബംഗാൾ സ്വദേശി തിരികെ ഈ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ അദ്ദേഹം അകപ്പെട്ടു പോവുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന റെയിൽവേ പോലീസിലെ 3 ഉദ്യോഗസ്ഥരും ഒരു യാത്രക്കാരനും ചേർന്നാണ് ഇദ്ദേഹത്തെ തിരികെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വലിച്ചു കയറ്റുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ദിബ്രുക് കന്യാകുമാരി ട്രെയിനിൽ ആലുവയിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഈ യുവാവ് അപകടത്തിൽപ്പെട്ടത്. ആ അത്ഭുത കരങ്ങൾ, ആ ഉദ്യോഗസ്ഥരുടെയും യാത്രക്കാരൻ്റെയും അത്ഭുത കരങ്ങൾ ആ യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. പല തവണ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ട്രെയിൻ എടുക്കുന്നതിന് തൊട്ട് മുൻപായി സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഈ മുഖം കഴുകാനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം, അനാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം റെയിൽവേ പോലീസും ഉദ്യോഗസ്ഥരും എല്ലാം നൽകുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ട് ഈ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, ചായ വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ ബംഗാൾ സ്വദേശി തിരികെ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിൻ എടുത്തിരുന്നു. അപ്പോൾ ഇതിന് ഉള്ളിലേക്ക് വീഴുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സമയോചിതമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് അയാളെ രക്ഷിക്കാൻ കാരണമാക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഈ ഉദ്യോഗസ്ഥർ ഇയാളെ പിടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ട്രെയിൻ അതിൻ്റെ റണ്ണിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായി, സാഹസികമായി തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഒരു പക്ഷേ ഈ രക്ഷപ്പെടുത്താൻ പോകുന്ന ഉദ്യോഗസ്ഥരടക്കം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. എന്നാൽ അത് അതിജീവിച്ചുകൊണ്ട് യുവാവിനെ തിരികെ കയറ്റാൻ വേണ്ടി ഉദ്യോഗസ്ഥരും യാത്രക്കാരനും ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ആ അത്ഭുത കരങ്ങൾ പ്രവർത്തിച്ചതിലൂടെ ആ യുവാവ് ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയുമാണ്. വേണു, ശരി. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.